റാങ്ക് ജോബ്സ് യൂണിറ്റിയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ പദ്ധതിയോ ഫർഫെത്താറിയോ എന്താണെന്ന് നമ്മൾ നോക്കി, അതിനെക്കുറിച്ചുള്ള ടാക്സേഷൻ കാര്യങ്ങൾ നമ്മൾ നോക്കി, അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് ഒരു കൺക്ലൂഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫർഫെത്താറിയോ ഒരു സെക്ടറിൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ കോസ്റ്റ്, ഈ ഒരു പദ്ധതിയോ ഫർഫെത്താറിയോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കോസ്റ്റുകളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് കൊമർഷ്യലിസ്ത എന്നൊരു ആൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. ആ ആൾക്ക് ഒരു വർഷം ഏകദേശം ഒരു 1000 യൂറോകൾ നമ്മൾ കോസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മേ ബി ചില സാഹചര്യം കുറച്ച് കുറവായിരിക്കും, ചില സാഹചര്യം കുറച്ച് കൂടുതലുണ്ടാകും. ഡിപ്പെൻസ്. ഏകദേശം ഒരു കോസ്റ്റാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഫത്തൂറ ചെയ്യുമ്പോഴത്തേക്കും 77 യൂറോ പ്ലസ് വരുന്ന ഒരു ഫത്തൂറയ്ക്ക് നമ്മൾ 2 യൂറോയുടെ മാർക്കാതി ബോൾ ഒട്ടിക്കണം. ആ 2 യൂറോ എടുത്ത് മാർക്കാതി ബോൾ നേരത്തെ നമ്മൾ മാർക്കാതി ബോളായിട്ട് ഒട്ടിക്കുമായിരുന്നു. ഇപ്പോൾ അത് ഇലക്ട്രോണിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആ 1000 യൂറോ കൊമർഷ്യലിസ്ത പറഞ്ഞു, പ്ലസ് ഈ ഒരു 2 യൂറോ മാർക്കാതി ബോളോടെ കോസ്റ്റ് പറഞ്ഞു. പിന്നെ നമ്മൾ ഫത്തൂറ ചെയ്യുന്നത് ഇലക്ട്രോണിക് ആയിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കൈക്കെഴുതി കൊടുക്കുന്ന സിസ്റ്റമായിരുന്നു, അത് മാറി ഇപ്പോൾ നമ്മൾ ഫത്തൂറ ഇലക്ട്രോണിക് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ വേണം. അതൊക്കെ നമ്മൾ കൊമർഷ്യലിസ്റ്റോട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്ന സർവീസാണ്. അതിന് ഏകദേശം ഒരു 200 യൂറോകളും ഒരു വർഷം അതിൻ്റെ കോസ്റ്റ് വരും. പിന്നീട് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മുടെ ടാക്സേഷൻ വരുന്നത് ഏകദേശം 15% നമുക്ക് നഴ്സുമാർക്ക് ഈ ഫർഫെത്താറിയിൽ വരുമ്പോഴത്തേക്കും ടാക്സേഷൻ ഉണ്ട്. നേരത്തെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് പ്രസൻ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്ത ഒരാൾക്ക് ആദ്യമായിട്ട് ജോലി ചെയ്യുന്നതിനായിട്ട് പിന്നീട് ഞാൻ എടുത്ത് പറയുന്നത് പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന നഴ്സായിട്ട് കയറുന്ന ഒരാളാണെങ്കിൽ 5% ആയിരിക്കും, അതല്ലെങ്കിൽ 15% ടാക്സേഷൻ വരുന്നത്. പിന്നീട് കോൺട്രിബ്യൂഷൻ്റെ കാര്യമാണ്. കോൺട്രിബ്യൂഷൻ പറയുന്നത് എംപാപ്പിയാണ്. എംപാപ്പിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു 16% എംപാപ്പിയുടെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ആ എംപാപ്പിയുടെ കോൺട്രിബ്യൂഷൻ അതിന് സപ്ലിമെൻ്റ് ആയിട്ട് 4% എക്സ്ട്രാ ഉണ്ട്. പിന്നീട് മെറ്റേണിറ്റി ലീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഓരോ വർഷം എക്സ്ട്രാ വേറെ വരും. ഇത്രയും കാര്യങ്ങൾ എംപാപ്പിയുടെ കാര്യങ്ങൾ വരും. ഇതെല്ലാ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി, കൊമർഷ്യലിസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റായിട്ട് അടയ്ക്കണം. അത് നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടി എടുത്ത് പറയുവാണ്. അടച്ചില്ല എങ്കിൽ അത് പെനാൽറ്റി ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോഴത്തെ സീസൺ പ്രകാരം നമ്മുടെ ഏകദേശം സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രകാരം ഈ 2025 എൻഡോടുകൂടി ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്ന നഴ്സുമാരുടെ സാലറി സ്കെയിൽ 26 യൂറോ മുതൽ 30 യൂറോ വരെയാണ് പെർ ഹവർ കിട്ടുന്നത്. അപ്പോൾ അത് ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അത് 15 യൂറോ 10 യൂറോ അല്ലെങ്കിൽ 20 യൂറോയ്ക്ക് കൊടുക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. അത് നിങ്ങൾ മണ്ടന്മാരും മണ്ടികളും ആണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ല ഇപ്പോഴത്തെ മാർക്കറ്റ്. ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് 26 യൂറോ മുതൽ 30 യൂറോ വരെയാണ്. ചില സാഹചര്യങ്ങൾ അതിലും കൂടുതലുള്ള സാഹചര്യങ്ങളുണ്ട്. കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അത് 40 യൂറോ 50 യൂറോ ഒക്കെ വന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യം കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിട്ടുന്ന ഒരു സാലറി സ്കെയിലാണ് ഞാൻ ഈ പറഞ്ഞത്. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നീട് ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്ന രീതിയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്കൊരു പെർമനൻറ്റ് കോൺട്രാക്റ്റിലായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങൾ ഇവിടെ നമുക്ക് കിട്ടത്തില്ല. അത് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമുക്കിവിടെ കിട്ടാതെ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഏതാണ്. ഇത് ഫർഫെത്താറിയോ ഫർഫെത്താറിയോ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നത് പെർമനൻ്റ് അല്ലെങ്കിൽ ആ രീതിയിൽ പെർമനൻ്റ് ആയിട്ട് കോൺട്രാക്റ്റിലോട്ട് കയറാൻ പറ്റുമോ, അതായത് ഇന്ത്യ തിരുമേനാത്തിൽ കയറാൻ പറ്റുമോ, അതായത് ഫർഫെത്താറിയോ തന്നെ മാത്രം കണ്ടിന്യൂ ചെയ്യുന്നതാണോ, ഏതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉള്ള ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഫെരിയെ വെച്ചാൽ പെയ്ഡ് ലീവ് കാര്യങ്ങൾ, ആ പെയ്ഡ് ലീവ് കാര്യങ്ങൾ ഇവിടെ ഇല്ല. കാരണം നമുക്ക് ജോലി ചെയ്യുന്ന അതിൻ്റെ ശമ്പളം കിട്ടണം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ മലാത്തിയ നമുക്ക് സിക്ക് ലീവ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകത്തില്ല. പിന്നെ മെറ്റേണിറ്റി ലീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ പെൻഷൻ്റെ കോൺട്രിബ്യൂഷൻസ് പെൻഷൻ്റെ കാര്യങ്ങൾ ഇവിടെ കിട്ടാനായിട്ട് പാടാണ്. പിന്നെ കൊഞ്ചേതോ പപ്പ നമുക്കൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടും. പപ്പായ്ക്ക് കൊഞ്ചേത പപ്പ ഏകദേശം 7 ദിവസത്തോളം കൊഞ്ചേത പപ്പ നമുക്ക് പെയ്ഡ് ലീവാണ് അതെല്ലാം വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവിൻ്റെ കാര്യം പറഞ്ഞു. മെറ്റേണിറ്റി ലീവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അമ്മയ്ക്ക് കിട്ടുന്ന കാര്യമാണ്. അത് കുഞ്ഞിന് പിന്നീട് ഏകദേശം മെറ്റേണിറ്റി ഫക്കൽറ്റേറ്റീവ എന്ന് പറയും. ഫക്കൽറ്റേറ്റീവ എന്ന് പറയുന്നത് കുഞ്ഞിന് 12 വയസ്സ് വരെ ഉള്ള പ്രായത്തിൽ നമുക്കത് അതിൻ്റെ ഡിവിഷൻസ് കാര്യങ്ങളുണ്ട്. ആ ഒരു സമയത്ത് അവധി എടുക്കാനായിട്ട് പറ്റും. ഏകദേശം 30% പേയ്മെൻറ്റിൽ കിട്ടും. എന്നുവെച്ചാൽ 12 വർഷവും വീട്ടിലിരിക്കുക എന്നുള്ളതല്ല. ഇതിൻ്റെ അർത്ഥം കുറച്ച് മാസങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരിക്കാനായിട്ട് ആ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കാനായിട്ട് പറ്റും. പിന്നെ മലാത്തിയ ദി ഫീലിങ്സ്, കുഞ്ഞിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ പപ്പായ്ക്ക് വീട്ടിലിരിക്കാൻ കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ പോകാനും അവിടെ അഡ്മിറ്റ് ആകാനും
ആ സമയത്ത് നമുക്ക് ആ ഒരു വിത്ത് പേയ്മെൻറ്റിലോട്ട് നമുക്ക് കിട്ടാനായിട്ട് പറ്റുന്നു. അപ്പം നിങ്ങൾ പലരും ചോദിക്കാം, ഇത് നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ ആനുകൂല്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊഞ്ചേത് മാട്രിമോണിയാലെ എന്ന് പറയും. കൊഞ്ചേത് മാട്രിമോണിയാലെ ഏകദേശം 15 ദിവസത്തോളം നിങ്ങൾക്ക് പെയ്ഡ് ലീവ് കിട്ടുന്നതാണ്. പിന്നെ ഇൻഫോർത്തോണിയ ദി ലവോറോ ഇൻഫോർത്തോണിയുടെ കുറച്ച് നമുക്ക് എന്തെങ്കിലും ജോലി സ്ഥലത്ത് വെച്ചാൽ ഇതിൽ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് പോകാൻ വെച്ചാൽ അത് കവറപ്പ് ചെയ്ത് പോകാനും അവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളോട് കിട്ടുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് വരുമ്പോഴത്തേക്ക് ഇന്ത്യനിത്ത ദിനത്തൂർണ് നൈറ്റ് അലവൻസ് നൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യനിത്ത 3 turni 3 ഷിഫ്റ്റ് മത്തീന മോർണിംഗ് ഈവനിങ് നൈറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും 3 ഷിഫ്റ്റ് അലവൻസ് കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി തന്നെ ഫെസ്റ്റിവലായിട്ടുള്ള അതിനുള്ള അലവൻസ് കാര്യങ്ങൾ. പിന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു മാസം ജോലി ചെയ്യേണ്ടത് മേ ബി ഡിപ്പെൻഡ്സ് ഓരോ മാസങ്ങളനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. 150 മുതൽ 170 മണിക്കൂർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും. അതിൽ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പേയ്മെൻ്റ് അല്ല, അവിടെ എക്സ്ട്രാ പേയ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് കാരണം പദ്ധതി പേര് വരുമ്പോഴത്തേക്ക് എത്ര മണിക്കൂർ ചെയ്യുന്നു അതിന് ഫിക്സഡ് സാലറിയാണ്, കൂടുതൽ സാലറി കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതെല്ലാം ഇവിടെ ഈ ഒരു കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും പദ്ധതി പേര് നമുക്കത് കിട്ടത്തില്ല. പിന്നെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള അലവൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് വേറെ ഉണ്ടാകത്തില്ല. അതെല്ലാം ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ TFR മെയിനായിട്ടുള്ള കാര്യമാണ് TFR. നിങ്ങളുടെ TFR പിന്നീട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ PFൻ്റെ കാര്യം. PF നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിലുണ്ട്, ഈ ഒരു കാര്യത്തിൽ വന്ന് പദ്ധതി വരുന്നത് PF കാര്യങ്ങൾ ഉണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവാണോ നല്ലതാണോ ചീത്തയാണോ എല്ലാം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പം മുമ്പേ പറഞ്ഞ ഒരു വീഡിയോയ്ക്ക് അതേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ എമൗണ്ട് കാര്യങ്ങൾ പദ്ധതി ചെയ്യുന്ന എമൗണ്ട് കാര്യങ്ങൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ഈ ടാക്സ് കോൺട്രിബ്യൂഷൻസ് അടയ്ക്കേണ്ട സമയം വരുമ്പോഴത്തേക്കും ജൂലൈ മാസം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓടി നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം എമൗണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കുകയും നിങ്ങൾ അതനുസരിച്ച് ബാങ്ക് ബാലൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ പ്രശ്നങ്ങളില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ അത് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്, ഇപ്പം നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ആരെങ്കിലും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ പർത്തിത്തേവിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഒരു സാലറി സ്കെയിൽ എനിക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ തീരുമാനിക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പദ്ധതി ഫെത്താറിയോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഏജൻസി എന്ത്രാത്തയുടെയും അതുപോലെ എംപാപ്പിയുടെയും അപ്പോൾ ഒക്കെ സൈറ്റുകൾ കാര്യങ്ങൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, അതായത് ഈ പദ്ധതിയെക്കുറിച്ച് 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺക്ലൂഷൻ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പം ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതിന് മുമ്പ് 3 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ളത് ഒരു മോട്ടിവേഷനാണ്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ താങ്ക് യു.